പാലക്കാട് ചിറ്റൂരിനടുത്തുള്ള നല്ലേപ്പുള്ളിയിൽ ഈ വളവിൽ വെച്ചാണ് ഇങ്ങനെ അപകടമുണ്ടായത്. ഇരു ബസ്സുകളും കൂട്ടിയിടിക്കുകയായിരുന്നു. രണ്ട് ബസ്സിന്റെയും മുൻഭാഗം ഏകദേശം പൂർണ്ണമായും തകർന്നു. 30ഓളം പേർ രണ്ട് ബസ്സുകളിലുമായി ഉണ്ടായിരുന്നു. അതിലെ ഡ്രൈവർമാർക്കാണ്, ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്കാണ് പരിക്ക് പറ്റിയുള്ളത്. ഇവരെ പ്രാഥമികമായി ആദ്യം ചിറ്റൂര് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുറച്ചുപേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ചേട്ടൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല? ശബ്ദം വന്നു തൊട്ടന്റെ വീട് കടനാമട്ടിയാണ്. എന്തായിരുന്നു ഉണ്ടായത്? രണ്ടുപേരും കൂടെ രണ്ടും ഒപ്പം അടിച്ചേക്കാൻ സുമംഗൽ കയറി വന്നിരിക്കാൻ ഫ്രണ്ട് ഇടിച്ച് രണ്ട് ഫ്രണ്ട് ഇടിച്ചിട്ട്. എങ്ങനെയാണ് പരിക്ക് പറ്റിയവരുടെ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മൾ വരുമ്പോൾ ഒരേ കരച്ചിൽ കൂട്ടക്കരച്ചിലായിരുന്നു. ഡ്രൈവർക്ക് നല്ല ഇടുപ്പിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ കൈ ഇങ്ങനെ ആയിട്ടുണ്ട്. രണ്ടിലൊക്കെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ നല്ല പരിക്കുകളുണ്ട്. ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്കാണ്. ഡ്രൈവറിന് കാൽ ജാമായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുത്തത് തന്നെ. 3/4 മണിക്കൂറായി ഇവിടുന്ന് ഡ്രൈവറിനെ എടുക്കാൻ പറ്റിയത്, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-40 പേർക്ക് 40 പേർക്ക് അടിയുണ്ട്, നല്ല അടിയുണ്ട്. ബ്ലഡുമായിട്ട് മയങ്ങി കിടന്ന്. നീല ബസിന്റെ ഡ്രൈവർക്കാണ്. നീലിന്റെയും ഉണ്ട് സുമംഗലിന്റെയും ഉണ്ട്. അത് സുമംഗലിയാണ്, ഇത് നീലകണ്ഠനാണ്. അത് തൃശ്ശൂർക്ക് വന്നു. അത് തൃശ്ശൂർക്ക് പോകാൻ സുമംഗലി, ഒന്ന് നീലകണ്ഠമാണ് കൊയ്യാമ്പറയ്ക്ക് പോകും. ഇവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഉണ്ടായിരുന്നു പഴയത്, ഇപ്പോഴൊന്നും കുറച്ചായിട്ട് വർഷങ്ങളായിട്ടൊന്നും ഇല്ല. കൂടുതൽ വാഹനങ്ങൾ വളരെ വേഗത്തിലാണ് ഇവിടെ പോകുന്നത്. വേഗത്തിൽ തന്നെയാണ്, തിരുവത്തിരി വേഗത്തിൽ ഇവിടുന്ന് ഇറക്കമാണ്. രണ്ടും നല്ല ഫോഴ്സിൽ വരുന്ന സമയമാണ്. ഇത് വളവില് വളരെയധികം പ്രയാസകരമായി. ഈ തൃശ്ശൂർ ഗവൺമെന്റ് എപ്പോഴും നല്ല സ്പീഡ് തന്നെയാണ്, നല്ല സ്പീഡാണ്. പലപ്പോഴും ഈ ഒരു മേഖല അടക്കി ഇങ്ങനെ അപകടം ഉണ്ടാകാറുണ്ട്. കാരണം ഇതൊരു ടേണിംഗ് ആണ്, നല്ല വീതിയുള്ള ഒരു വളവാണ്. മാത്രമല്ല ഇത് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും ഒക്കെ പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് പലപ്പോഴും ഇങ്ങനെ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വളവിൽ ഒരു സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.